ആഗോള അയ്യപ്പ സംഗമത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് NSS. ഇത് CPM-നുണ്ടായ വലിയ രാഷ്ട്രീയ വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. NSSന്റെ ഈ പിന്തുണ ആഗോള അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കുമെന്ന നിലപാടെടുത്ത കോൺഗ്രസിനെയും മാറ്റിച്ചിട്ടിപ്പിക്കും. ആ അർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്കാണ് ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഡെവലപ്മെന്റ്. ഇടത് സർക്കാരിന് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം തന്നെ ഈ സംഗമവുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അത് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഭൂരിപക്ഷ സമുദായത്തിനിടയിൽ രൂപപ്പെട്ട ഇടതുവിരുദ്ധതയെ ആറ്റിത്തണിപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ്. വിശ്വാസികളെ കൂടി വിശ്വാസത്തിലെടുത്തുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുക എന്നതാണ് CPM ലക്ഷ്യമിടുന്നത്. ഭൂരിപക്ഷ സമുദായത്തെ, അതിലെ വിശ്വാസികളെ പാർട്ടി കൈയൊഴിഞ്ഞാൽ അവിടേക്ക് സംഘപരിവാർ ശക്തികളുടെ വർഗീയ അജണ്ടകളുടെ കടന്നുകയറ്റം കൂടുതൽ ഉണ്ടാകുമെന്ന തിരിച്ചറിവ് കൂടി ഇക്കാര്യത്തിലുണ്ട്. CPM ഇങ്ങനെ നിലപാടെടുക്കുന്നതിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ് സർക്കാർ ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് നീങ്ങിയത്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ എതിർപ്പുയർത്തിയ NSSനെ കൂടെ നിർത്തി, അല്ലെങ്കിൽ NSSനെ വിശ്വാസത്തിലെടുത്താണ് അയ്യപ്പ സംഗമം എന്ന പരിപാടിയുമായി സർക്കാർ ആദ്യമേ മുന്നോട്ട് പോയത്.